തിരുവനന്തപുരത്തെ പ്രസ് കമ്മ്യൂണിറ്റിക്ക് നമ്മൾ സ്വാഗതം പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഗുരുമാർഗം പ്രകാശ സഭ എന്ന ഒരു സംഘടന ഒരു വർഷം ആകാൻ പോകുന്നു അത് രൂപപ്പെട്ടിട്ട്. അതിൻ്റെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ശശി ദേവനുമാണ്. ഞാൻ മഹേഷ് കുമാർ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇത് ചന്ദ്രബാബു ചിറ്റേക്കാട് ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. രാജിത് കുമാർ ബി സംഘടനയുടെ ട്രഷററാണ്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മുമ്പ് അറിയിക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഗുരുമാർഗം പ്രകാശ സഭ എന്ന് പറയുന്ന സംഘടന എന്തുകൊണ്ട് എന്ന് പറഞ്ഞൊക്കെയാണ് ആദ്യം പറയുന്നത്. ഞങ്ങൾ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ യഥാർത്ഥ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ഗുരുമാർഗം പ്രകാശ സഭയുടെ ശാഖകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിലും തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലും വളരെ ശക്തമായ പ്രവർത്തനം നമ്മുടെ സംഘടനയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളിൽ ഒരാളാണ്. ഞാൻ അടിസ്ഥാനപരമായി ഞാൻ ഒരു പത്രക്കാരനാണ്. അതുകൂടാതെ ചലച്ചിത്ര അക്കാദമി, കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ, കുടുംബശ്രീ ഇതിൻ്റെയൊക്കെ PRO ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം മന്ത്രിയായിട്ട് ശ്രീ APR കുമാറിൻ്റെ പ്രസ് സെക്രട്ടറിയായിട്ട് 2 വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഘടനയുടെ ആവശ്യകത ബോധ്യപ്പെട്ടതും ഇതിലേക്ക് കടന്നു. ഞങ്ങൾക്ക് ശത്രുക്കളില്ല. ഞങ്ങൾ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ജീവിത ദർശനങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു സമൂഹമാണ്. അതിൽ വന്നിട്ടുള്ള അപജയങ്ങൾ, ഗുരു ഒരു ജീവിതകാലം കൊണ്ട് ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നടത്തിയ പ്രസ്ഥാനത്തിന്, ശാന്തിഗിരി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പിൽക്കാലത്ത് വന്ന അപജയങ്ങൾ, ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം സംഭവിച്ച അപജയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾ ഗുരുമാർഗം പുനഃസ്ഥാപിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുള്ളത് കൊണ്ട് പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ള അപജയങ്ങളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു അപജയം അവിടെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഗുരുമാർഗം പ്രകാശ സഭ എന്ന് പറയുന്ന ഈ സംഘടന രൂപപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപജയങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ അഗാധ തലങ്ങളിലേക്ക് പോവുകയും ഇനിയും ഗുരുമാർഗം ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ദർശനങ്ങൾ ചവിട്ടി മതിക്കപ്പെടുന്ന ഒരവസ്ഥ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരാണ് ഞങ്ങൾ എന്ന കൺസെപ്റ്റ് വേണ്ട. ഗുരുമാർഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഞങ്ങളെ ശത്രുക്കളായി കാണുന്നുണ്ടാകാം. കാരണം ഞങ്ങൾ അവരുടെ തെറ്റാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് സ്വാഭാവികമാണ്. ഇവിടെ ആത്മീയവും ഭൗതികവുമായ അപജയങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പല മാർഗങ്ങളാണ് തിരുത്തലിന് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ആത്മീയമായ തിരുത്തലിനുള്ള ഗുരുമാർഗത്തിൽ ഗുരു ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങൾ പോലുള്ള കാര്യങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുവിൻ്റെ ദേഹവിയോഗ ദിനം, അതായത് ആദിസങ്കല്പ ലയനദിനം, ഗുരുവിൻ്റെ ആദിസങ്കല്പ ലയനദിനം ഈ മേടം 23, അതായത് മെയ് 6 ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. അത് ഞങ്ങളാൽ കഴിയുന്ന വിധം ഗുരുമാർഗ പ്രകാശ സഭ ഏറ്റെടുക്കുന്ന പൊതുവേദിയിൽ നടത്തുന്ന ആദ്യത്തെ ഒരു ചടങ്ങാണ്
ഈ ഗുരുവിൻ്റെ ലയന ദിനാചരണം. അത് കന്യാകുമാരിയിൽ വെച്ചാണ്. പ്രത്യേകിച്ചും ഗുരു പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കന്യാകുമാരിക്ക് ആത്മീയമായ ഒരു പ്രഭാവമുള്ള സ്ഥലമാണ് എന്നുള്ളത്. ആ ഒരു വാക്കിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് ഞങ്ങളുടെ പൊതുവേദിയിലെ ആദ്യ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ട് ശാന്തിഗിരി ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗുരുമാർഗത്തിലോ ഗുരു പഠിപ്പിച്ചതോ ഒരു ആത്മീയ ആചാര്യന് ചേർന്ന രീതിയിലോ അല്ല ശാന്തിഗിരിയിൽ ഈ ദിനങ്ങൾ ആചരിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ലയന ദിനത്തെ ആഘോഷമാക്കുകയാണ്. നമ്മളറിയാം, നമുക്ക് കേരളീയർക്ക് ഏറ്റവും പരിചയമുള്ളത് ശ്രീനാരായണ ഗുരുവിനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനം കന്യകനിച്ച് നമ്മൾ ആചരിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയും കന്യവീഴ്ത്തും അതുപോലുള്ള പരിപാടികൾ നടത്തി ആചരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആത്മീയ ആചാര്യൻ്റെ വിയോഗ ദിനം അങ്ങനെയാണ് ആചരിക്കപ്പെടേണ്ടതെന്നാണ് നമ്മുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് വിരുദ്ധമായി ചെണ്ടകൊട്ടിയും പെരുമ്പറ മുഴക്കിയും സദ്യ ഒരുക്കിയും ആഘോഷിക്കുന്ന ഒരു പ്രവണതയാണ് ശാന്തിഗിരിയിൽ കാണുന്നത്. വെടിക്കെട്ട് നടത്തി. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിക്കും ഇങ്ങനെ ഒരു അപജയം വന്നിട്ട് ചൂണ്ടിക്കാണി വിശ്വാസികളിലെല്ലാം ആശങ്കയുണ്ട്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ ഭരണതലത്തിലിരിക്കുന്നവർ അങ്ങനെ ചെയ്യുമ്പോൾ ആശങ്കയോടെയെങ്കിലും അതിൽ ഭാഗമാക്കാൻ വിധേയരാകുക. അപ്പോൾ അതിനൊരു തിരുത്തൽ വേണം. ഒരു ആത്മീയ ആചാര്യൻ്റെ വിയോഗദിനം എങ്ങനെ ആചരിക്കണം എന്നതിൻ്റെ ഒരു മാതൃക സൃഷ്ടിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ ദിനം കന്യാകുമാരിയിൽ ആചരിക്കുന്നത്. അതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ പ്രോഗ്രാം നോട്ടീസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. ഇനി നിങ്ങൾ ശാന്തിഗിരിയിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അവിടെ സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെയുള്ള ഒരുപിടി ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് രണദൂതെ കൊണ്ടുവന്നു, ക്രിക്കറ്റർ. ഈ എന്തിനാണ് ഗുരുവിൻ്റെ ആശയത്തെ വിളംബരം ചെയ്യുന്നതിന് ഇത്തരം ആടയാഭരണങ്ങൾ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. കാരണം ഗുരുവിൻ്റെ ആശയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് മോഹൻലാൽ, മമ്മൂട്ടി അവർക്കാർക്ക് ഞങ്ങൾ എതിരല്ല. പക്ഷെ അവരെയൊക്കെ കൊണ്ടുവന്ന് അവാർഡ് കൊടുക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. അതെവിടെയാണ് വേണ്ടത്? കൊമേഴ്സ്യലായിട്ട് ഉള്ള സ്ഥാപനങ്ങളാണ്. ശാന്തിഗിരിക്ക് എന്തിനാണ് ഇത് ഈ ഒരു പ്രവണത എന്ന് വിലയിരുത്തേണ്ടത് പൊതുസമൂഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതുവരെ മീഡിയയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിന് കാരണം ഞാൻ പറയേണ്ടതില്ല. ഈ രംഗത്തൊക്കെ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും, അറിയാൻ പറ്റും. ഈ ഒരു സാഹചര്യം അതിജീവിക്കാൻ ഞങ്ങളാൽ കഴിയുന്ന വിധം സാമൂഹ്യ മീഡിയയിലൂടെയാണ് ഞങ്ങളുടെ ആക്ടിവിറ്റീസ് പലതും. ഞങ്ങളുടെ പ്രചാരണ പരിപാടികൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ. ഈ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ എന്തെങ്കിലും വസ്തുതകൾ, സത്യസന്ധമായ വസ്തുതകൾ തുറന്നെഴുതുമ്പോൾ ഉടനെ ശാന്തിഗിരിയിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ഒരു കീറ കടലാസിൽ ഒരു പരാതി എഴുതി കോതക്കോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്താൽ ഞങ്ങളുടെ പേരിൽ FIR ഇട്ട് പോലീസ് വിളിച്ച് നമുക്ക് വരുത്താൻ തുടങ്ങുക. നിങ്ങളുടെ മൊബൈൽ ഉടനെ എത്തിക്കണം, നിങ്ങളിവിടെ വരണം, മൊഴിയെടുക്കണം, ജാമ്യം എടുക്കണം, പിന്നെ വേട്ടലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ വരുത്തണമെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊക്കെയാണ് ശൈലി. ഇത് വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിട്ട് പോലീസ് ഹരാസ്മെന്റിനെതിരെ ഒരു വിധി വാങ്ങി. അതുപോലെ തന്നെ ഈ ശാന്തിഗിരിയിലെ ഇന്നത്തെ പ്രമാണി എന്ന് പറയുന്ന നിങ്ങളെല്ലാം അറിയുന്ന ഈ ഗുരുരത്നം എന്ന് പറയുന്ന വ്യക്തി, അതായത് ഹരികുമാർ. ഞങ്ങൾ ഈ ഗുരുരത്നം എന്ന പേര് കൂടുതൽ പ്രിഫർ ചെയ്യാറില്ല. കാരണം ഈ സന്യാസം സ്വീകരിക്കുന്നത് ഗുരുവിൽ നിന്നാണ്. ആരെയാണോ നമ്മൾ ഗുരുവായിട്ട് അംഗീകരിക്കുന്ന ആ ഗുരുവിൽ നിന്നാണ് സന്യാസം സ്വീകരിക്കുന്നത്. വസ്ത്രവും ആ സന്യസ്ത നാമവും ഗുരുവിൽ നിന്ന് സ്വീകരിക്കേണ്ടത്. ഇത് ഇദ്ദേഹം സ്വയം സ്വീകരിച്ച പേരാണ്. സ്വയം സ്വീകരിച്ച മഞ്ഞ വസ്ത്രം അദ്ദേഹത്തെ എങ്ങനെ സന്യാസിയായിട്ട് അംഗീകരിക്കാൻ പറ്റും?
അതുകൊണ്ട് ഞങ്ങൾ ആ പേര് ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ ആ വേഷവും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇദ്ദേഹത്തെ ഹരി എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അത് തന്നെയാണ് ആ ബുക്കിലൊക്കെ ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്. ശാന്തിഗിരിയിലെ അപജയങ്ങളെല്ലാം അക്കമിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഇതിനകത്ത്. ഇത് തെറ്റാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഈ ബുക്ക് ഇറക്കിയിട്ട് 2-3 മാസമായി. ഇത് ഇറക്കിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ നിയമ നടപടി സ്വീകരിക്കാമായിരുന്നു. പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു കീറക്കടലാസ് കൊടുത്തു പോലും FIR ഇടിയിച്ചിരുന്നവർ ഇപ്പോൾ എന്താ ഇത്രയും ഞങ്ങൾ ചെയ്തിട്ടും കേസിന് പോകാത്തതെന്ന് ഞങ്ങൾക്ക് അർത്ഥമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയും കർമ്മമായിട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്നത് നിയമപരമായ അന്യായങ്ങൾക്കെതിരെ, അനീതിക്കെതിരെയുള്ള നിയമപരമായ പോരാട്ടം. ഞങ്ങളിതിനകം ഞാൻ പറഞ്ഞത് ഈ പോലീസ് ഹരാസ്മെന്റിനെതിരെയുള്ള ഒരു വിധി ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് നേടിയെടുത്തു കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് പോലീസിന് തോന്നുന്നപടി ഞങ്ങളെ വിളിച്ച ഒരു കേസിനും വിളിച്ച് ഹാജരാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ന്യായമായ കേസാണെങ്കിൽ വിളിക്കാം, പക്ഷെ അത് നോട്ടീസ് തന്നെ വിളിക്കാം. നോട്ടീസ് തന്ന് നിയമപരമായിട്ടുള്ള നോട്ടീസ് തന്ന് എന്ത് കേസാണ് ഇതെല്ലാം സൂചിപ്പിച്ച് മാത്രമേ ഞങ്ങളെ വിളിക്കാൻ പാടുള്ളൂ. ഫോണിൽ കൂടെ വിളിച്ചുള്ള ഈ ഹരാസ്മെന്റ് ഇപ്പം നടക്കില്ല. ഇപ്പം ഞങ്ങൾക്കെതിരെ ഇത്തരം കേസുകൾ കൊണ്ടുചെന്നാൽ ഞങ്ങളത് ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതിയിൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് വിടുന്നതായിട്ട് പോത്തൻകോട് CI വിളിച്ചു പറഞ്ഞ കാര്യം. അപ്പം ഇതാണ് മാറ്റം. ഗുരുമാർഗം പ്രകാശ സഭയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ പോലീസിൽ വന്ന് മാറ്റെടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് പോലീസിനെ കുറിച്ചുള്ള പരാതിയുണ്ട്. ഞങ്ങൾ അവിടെ നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു താമര എന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഗുരുവിൻ്റെ ഒരു സ്വർണ്ണ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടിനും 10 വർഷം നീണ്ട പിരിവാണ് അവിടെ നടത്തിയത്. വിശ്വാസികളിൽ നിന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിന്ന് പോലും കോടാനുകൂടി രൂപകളാണ് പിരിച്ചെടുത്തത്. ആ പിരിച്ചെടുത്ത രൂപകളെ കുറിച്ച് കണക്കില്ല. ഇതെല്ലാം ആധ്യാത്മിക നേതാവെന്ന് പറയുന്ന ഇവിടുത്തെ ആശ്രമത്തിൻ്റെ അധികയായിട്ടിരിക്കുന്ന ജനനി അമൃത ജ്ഞാന തപസ്വിനി സ്വയം ഏറ്റുവാങ്ങിയ പൈസ, സ്വയം ഏറ്റുവാങ്ങിയ സ്വർണ്ണ സമർപ്പണങ്ങൾ. 1000 കിലോയിൽ പരം സ്വർണം ഉണ്ടാക്കി പിരിച്ചെടുത്തു. 72 കിലോയുടെ ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്തെന്ന് ആർക്കും അറിയില്ല. 10-15 താമര പർണശാല ഉണ്ടാക്കാനുള്ള പണപ്പിരിവ് നടത്തി, ഒരെണ്ണം ഉണ്ടാക്കി. ബാക്കി പൈസ എന്ത് ചെയ്തുവെന്ന് ഞങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇത് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ശാന്തിഗിരി. വർഷാവർഷം വൈദ്യയിലുണ്ടാകുന്ന അമെൻഡ്മെൻറ്റുകളും ഈ കണക്കും സമർപ്പിക്കണമെന്നാണ് നിയമം. ആർക്കെങ്കിലും ശ്രമിക്കാമെങ്കിൽ ഒരുപക്ഷെ ശാന്തിഗിരിയുടെ രജിസ്ട്രേഷൻ പോലും ക്യാൻസലാക്കാവുന്ന ഒരവസ്ഥയിലാണ് ശാന്തിഗിരി ഇപ്പോൾ. എത്രയോ വർഷമായി കണക്കുകൾ സമർപ്പിച്ചു. ഒരിടത്തും കണക്ക് സമർപ്പിക്കാറില്ല. ഞങ്ങൾ വിവരാവകാശം വെച്ച് അതിൻ്റെയൊക്കെ കോപ്പി എടുക്കാൻ ശ്രമിക്കുകയാണ്, കിട്ടുന്നില്ല. അതെല്ലാം തടയുകയാണ്. ഇല്ല 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 എന്നുള്ള മറുപടിയാണ്. കമ്മീഷനിൽ പോയിട്ട് കമ്മീഷൻ പറഞ്ഞു ഫ്രീ ഓഫ് കോസ്റ്റ് ഇതൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ തന്നില്ല. ഇപ്പം ഹൈക്കോടതിയിലാണ് കേസ്. ഞങ്ങൾക്ക് ഇതിൻ്റെ കോപ്പിക്ക് വേണ്ടി ഗുരു ഉണ്ടാക്കിയൊരു ബൈര ഉണ്ടായിരുന്നു 1978 ഉണ്ടാക്കിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെല്ലാം അപ്പാടെ അട്ടിമറിച്ചു. ഇവരുടെ സ്വേച്ഛാധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി പലതവണ ഫയലോ അമൻഡ് ചെയ്ത് ഇപ്പം ഈ ഹരി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി കൈപോക്കുന്നവരെ മാത്രം വെച്ച് ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണ് നടക്കുന്നത്. ഈ അന്യായ പിരിവിനെതിരെ, പർണശാലയും സ്വർണ്ണപ്രതിമയും ഉണ്ടാക്കാനുണ്ടായ അന്യായ പിരിവിനെതിരെ ഈ ആവശ്യത്തിലേക്ക് പണം കൊടുത്ത, സമർപ്പണം ചെയ്ത, അത് ലക്ഷക്കണക്കിന് രൂപ സമർപ്പിച്ച വ്യക്തികൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. അവരെ എല്ലാം കൂടി ചേർന്നൊരു മാസ് പെറ്റീഷൻ കൊടുക്കും. ആദ്യം നമ്മുടെ ട്രഷറർ അജിത്താണ് ആദ്യം ഒരു പരാതി കൊടുക്കുന്നത്. ഞാനിങ്ങനെ 10 ലക്ഷം രൂപയും 10 പവൻ സ്വർണവും 25 സെന്റ് സ്ഥലവും ഈ ആവശ്യത്തിലേക്ക് ശാന്തിഗിരിക്ക് സമർപ്പിച്ചു. അതിൻ്റെ വരവ് ചെലവ് കണക്കറിയാൻ എനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് അന്വേഷണം നടത്തണം. ഇതുവരെ കണക്ക് ചോദിച്ചിട്ട് തന്നിട്ടില്ല. ഇതിനൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് DGPക്കും പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു. അജിത്തിനെ വിളിച്ചൊരു മൊഴിയെടുത്തു.
പ്രതിസ്ഥാനത്ത് വരുന്നവരുടെ ആരുടെയും മൊഴി എടുത്തിട്ടില്ല. അജിത്തിനെ വിളിച്ച് മൊഴി എടുത്തിട്ട് ഇത് മറുപടി കൊടുത്തു. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് തെളിവില്ല, അതൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. 25 സെന്റ് സ്ഥലം എഴുതി കൊടുത്തതാണ്, ആധാരം ചെയ്ത് കൊടുത്തതാണ്. അതിൻ്റെ തെളിവ് ഹാജരാക്കാമെന്ന് അജിത്ത് പറഞ്ഞിരിക്കുമ്പോഴാണ് തെളിവില്ല എന്ന് പറഞ്ഞ് മറുപടി തരുന്നത്. അത് കഴിഞ്ഞ് ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഞങ്ങളൊരു 21 പേര് ഒപ്പിട്ട പരാതി കൊടുത്ത് എമൗണ്ട് എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മാസ് പെൻഷൻ മുഖ്യമന്ത്രിക്കും DGPക്കും പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതിനാരെയും 21 പേരിൽ ആരെയും വിളിച്ച് മൊഴിയെടുത്തിട്ടില്ല. ശാന്തിയിലെ ഏതോ ഒരു ജീവനക്കാരനെ വിളിച്ച് മൊഴിയെടുത്തു എന്നാണ് ആ മറുപടി പറയുന്നത്. മറുപടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൽ വെച്ചിട്ടുണ്ട്. ശാന്തിയിലെ ഏതോ ജീവനക്കാരനെ വിളിച്ച് മൊഴിയെടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഇതിനൊന്നും തെളിവില്ല, അതുകൊണ്ട് ഈ കേസ് എടുക്കാൻ പറ്റില്ല. എന്ത് പോലീസായി? ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഇങ്ങനെയാണോ പോലീസ് ചെയ്യുന്നത്? ഈ 21 പേര് പരാതി കൊടുത്താൽ 21 പേരിൽ ഒരാളെങ്കിലും വിളിച്ച് മൊഴിയെടുക്കണം. ഒരാളോടെങ്കിലും തെളിവ് ഹാജരാക്കാൻ പറയണ്ടേ? ഇത് പറയാതെ ഈ പോലീസിന് എന്ത് അവകാശമുള്ളത് ഇങ്ങനെ ഒരു മറുപടി തരാൻ? ഇങ്ങനെയാണോ ശാന്തിഗിരിക്ക് വേണ്ടി വീട്ടുപണി ചെയ്യേണ്ടത് നമ്മുടെ കേരള പോലീസ്? എല്ലാവരെയും ബന്ധിച്ചിരിക്കുകയാണ് പണം കൊണ്ട്, കോടികൾ കൊണ്ട്. കാരണം കോവിഡിന് മുമ്പ് ഒരു മാസം ഈ രസീത് എഴുതാതെ ഉള്ള നടവരവ് 3.5 കോടി രൂപയോളാണ് ശരാശരി. അതായത് ഒരു വർഷത്തേത് 40-45 കോടി രൂപ. ഇതിൽ ആശ്രമത്തിൻ്റെ കണക്കിൽ വരുന്നത് 5 കോടിയോ 6 കോടിയോ. ബാക്കി അത്രയും സ്വകാര്യ, ഈ മുകളിലിരിക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യ സമ്പാദ്യത്തിലേക്ക് പോകുകയാണ്. ശ്രീലങ്കയിൽ സമ്പാദ്യമുണ്ട്, അങ്ങനെ പലയിടത്തുമുണ്ട്. പല വ്യക്തികളുണ്ട്, ബിനാമികളുണ്ട്. ആ ബിനാമികളുടെ ലിസ്റ്റൊക്കെ ഞങ്ങൾ കൊടുത്തതിൽ അതിനകത്ത് നിങ്ങൾക്ക് തന്ന കോപ്പിയിലുണ്ട്. ഞങ്ങൾ കൊടുത്തതിന് തെളിവില്ല എന്ന് പറയാം ഒരുപക്ഷെ, കാരണം റസീറ്റ് കൃത്യമായിട്ട് തരാറില്ല. പക്ഷേ ബിനാമികൾ അവിഹിതമായി ഉണ്ടാക്കിയ സമ്പാദ്യത്തെക്കുറിച്ച് പോലും അന്വേഷിക്കാറുണ്ട്. 5 പൈസ വരുമാനമില്ലാത്തവർ കോടിക്കണക്കിന് രൂപ മുടക്കി മണിമാളികകളും പലതരം വാഹനങ്ങളും വാങ്ങി ആർഭാട ജീവിതം നയിക്കുമ്പോൾ ഇവർക്ക് എവിടെ നിന്നുള്ള വരുമാനം ഉണ്ടായെന്ന് അന്വേഷിക്കേണ്ടത് സർക്കാരല്ലേ, പോലീസല്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ വ്യക്തമായ മറുപടി കിട്ടേണ്ടതുണ്ട്. അതിന് പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ പൊതുസമൂഹത്തോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ അവിടുത്തെ വിശ്വാസികൾ ഇനിയും വഞ്ചിക്കപ്പെടരുത് എന്ന താല്പര്യം പൊതുസമൂഹത്തിനുണ്ടെങ്കിൽ, മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ കൂടി ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങളോടൊപ്പം നിന്ന് എഴുതണമെന്ന് ഞങ്ങൾ പറയില്ല. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾ സത്യം തുറന്നു പറയാൻ തയ്യാറാകണം. ഇങ്ങനെ ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് മുമ്പിൽ വയ്ക്കാനുള്ളത്. നിങ്ങളോട് പ്രസിഡന്റ് സംസാരിക്കും. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ശാന്തിഗിരി ആശ്രമത്തിൽ നടക്കുന്ന മൂല്യചൂരികളെ കുറിച്ച് സെക്രട്ടറി സംസാരിച്ചു. മറ്റ് ഭരണപരമായ തെറ്റുകളും ചൂണ്ടിക്കാട്ടി സംസാരിച്ചു. മൂല്യചൂരികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവിടെ പ്രധാനിയായി നിൽക്കുന്ന ഗുരുരത്ന സ്വാമി യഥാർത്ഥത്തിൽ ഒരു ആശ്രമത്തിൻ്റെയും ശാന്തിഗിരിയുടെയും പരിചയം വെച്ച് 12 വർഷത്തെ ബ്രഹ്മചര്യം കഴിഞ്ഞ് മാത്രമാണ് സന്യാസിവസ്ത്രം സ്വീകരിക്കുക. അത്തരം കാര്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം മഞ്ഞ വസ്ത്രം സ്വയമേ ധരിച്ചുകൊണ്ട് ആ സന്യാസി സമൂഹത്തെ മൊത്തം അടക്കി വാഴുന്ന ഒരു തമ്പ്രാന്റെ റോഡിലാണ് സ്വാമി ഗുരുരത്നം ജ്ഞാനപ്രദർശനം. ഈ തിരുത്തപ്പെട്ട ബൈലയിൽ 78 ഉണ്ടാക്കിയ അടിസ്ഥാന ബൈലയിൽ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഒരു സ്ത്രീ ഈ മഠാധിപതിയായി വരാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീക്ക്, അതായത് ജനനിക്ക്
ആശ്രമ സന്യാസിനിമാരെ ജനനി എന്നാണ് പറയാറുള്ളത്. ജനനിക്ക്, പ്രധാന ജനനിക്ക് ലോകന്ന മാതാവാണ്. മാതാവിന്റെ സ്ഥാനമാണ് ഉള്ളതെന്നും അവർ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കി നടത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണെന്നും ആണ് ആ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗുരുവിൻ്റെ ദേഹവിയോഗം കഴിഞ്ഞ് 60 ദിവസം 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ ബൈല തിരുത്തപ്പെട്ടു. ഒരു ബൈല തിരുത്തണമെങ്കിൽ നമുക്കറിയാം, ഏത് സംഘടനയായാലും പൊതുയോഗത്തെ നോട്ടീസ് കൊടുത്ത് അറിയിച്ച് പൊതുയോഗത്തിൽ പാസ്സാക്കിയിട്ടാണ് ബൈല തിരുത്തുന്നത്, ബൈല അമെൻമെന്റ് വരുന്നത്. എന്നാൽ അന്നത്തെ ആശ്രമ ജനറൽ സെക്രട്ടറി ആയിരുന്ന സത്പ്രഭ ജ്ഞാന തപസി എന്ന സ്വാമിയെ കൊണ്ട്, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു, ആ സ്വാമിയെ കൊണ്ട് മാത്രം ഒപ്പിട്ടുകൊണ്ടാണ് ആ ബൈല തിരുത്തിയിരിക്കുന്നത്. എന്നാൽ ആ തിരുത്തിയതിൻ്റെ മറ്റു വിവരങ്ങളും ഡീറ്റെയിൽസും വിവരാവകാശ പ്രകാരം തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രാർക്ക് അപേക്ഷ നൽകിയിട്ട് ഇതുവരെയും അതിൻ്റെ മുഴുവൻ കോപ്പികളും തരുവാൻ അവിടുന്ന് തയ്യാറായിട്ടില്ല. ഇതിലെല്ലാം തന്നെ ഗുരുരത്ന ജ്ഞാന തപസി എന്ന ഹരിയുടെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് തന്നെ ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു. അളവില്ലാത്ത ധനവും കണക്കില്ലാത്ത സമ്പാദ്യങ്ങളും അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയപ്പോൾ ആരെയും അടക്കി വാഴാം, ഗുരുവിനെ പോലും വിസ്മൃതിയിലാക്കാം എന്ന ഗുരുരത്ന ജ്ഞാന തപസി എന്ന ഹരിയുടെ ചിന്തകളാണ് ഇതിന് പിന്നിൽ. കേരളത്തിൽ നടക്കുന്ന ഏത് സാമൂഹ്യ വിരുദ്ധ പരിപാടികളിലും നിങ്ങൾ പത്രക്കാർക്ക് അന്വേഷിച്ചാൽ അറിയാം, ഗുരുരത്ന ജ്ഞാന തപസി ഇല്ലാത്ത ഒരു സ്കാമിലും കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. മോൻസന്റെ കേസിനകത്തായാലും സ്വപ്നയുടെ കേസിനകത്തായാലും ഏത് സ്കാനിനകത്തായാലും ഹരിയുടെ പങ്ക് അതിനകത്തുണ്ട്. ഇതെല്ലാം ബ്രഹ്മശ്രീ കരുണാകര ഒരു വിഭാഗം ചെയ്ത ശാന്തിഗിരി ആശ്രമത്തിന്റെ താല്പര്യങ്ങൾക്കും ഗുരുവിന്റെ ഇച്ഛയ്ക്കും വിരുദ്ധമാണ് എന്ന ഉത്തമ ബോധ്യം വന്നപ്പോഴാണ് ഇത്തരം ഒരു സംഘടന രൂപീകരിക്കുവാനും ശാന്തിഗിരിയിൽ നടക്കുന്ന മൂല്യച്യുതികൾക്കെതിരെ എല്ലാ രീതിയിലും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിയമപരമായും ആത്മീയപരമായും അതുപോലെ തന്നെ വിശ്വാസി സമൂഹങ്ങൾക്കിടയിൽ യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തിക്കൊണ്ടും ഈ സംഘടന രംഗത്ത് വന്നു. അത്തരം ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ട് കോവിഡ് കാലത്തോടെ ഈ സംഘടന കഷ്ടിച്ച് 1 വയസ്സ് പൂർത്തിയാകുന്നു. ഈ സമയത്ത് ഗുരുവിന്റെ ദേഹവിയോഗ ദിവസമായ മേടം 23, അതായത് ഈ വരുന്ന 6-ാം തീയതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു വിശ്വാസികൾ കന്യാകുമാരിയിൽ ഒരു വൻപിച്ച സമ്മേളനത്തിനും അതുപോലെ തന്നെ ഗുരു ആഗ്രഹിച്ചതുപോലെ ആത്മീയത്തിന്റെ പ്രഭവ കേന്ദ്രമായ കന്യാകുമാരിയിലെ സംഗമഭൂമിയിൽ അത് ആചരിക്കപ്പെടുകയാണ്. ആ ചടങ്ങിലേക്ക് എല്ലാ വിശ്വാസികളെയും അതുപോലെ ഒപ്പം എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു.